നമസ്കാരം. നക്ഷത്ര രാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പൂരം നക്ഷത്രം ഉൾപ്പെടുന്ന, അതായത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് ഇപ്പം മഹാമോശം സമയമാണ് എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാഴ്ചക്കാരൻ എന്നോട് പറഞ്ഞു, അത് അവർക്ക് ശനിയും അതുപോലെ രാഹുവും കേതുവിനെയും മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ താങ്കൾ അങ്ങനെ പറയുന്നത്. എന്നാൽ ശുക്രൻ അല്ലെങ്കിൽ ബുധൻ ഇവരൊക്കെ നല്ല രാശി നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടി പറയണ്ടേ, അതും കൂടെ ചേർത്ത് നന്മയുണ്ടെങ്കിൽ അത് പറയണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട്. എന്നാൽ പോലും ഒരുപാട് പാപഗ്രഹങ്ങൾ വളരെ മോശപ്പെട്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ ചില ഗ്രഹങ്ങൾ ചില ദിവസങ്ങളിൽ ചെറിയ നന്മ തന്നാലും ചിലപ്പോൾ അത് ഭവിക്കണമെന്നില്ല. അങ്ങനെ മാത്രമല്ല, അദ്ദേഹം ശുക്രനെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. ശുക്രൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് നിന്നിരുന്നത് ചൊവ്വയുടെ രാശിയിലാണ്. ഒരു ശുഭഗ്രഹം പാപഗ്രഹത്തിൻ്റെ രാശിയിൽ നിന്നാൽ അതിൻ്റെ ശുഭത്വം പൂർണ്ണമായിട്ടും ആ ജാതകന് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ വ്യാഴം മേടം രാശിയിൽ നിൽക്കുന്നു. ഒരുപാട് പേർക്ക് വ്യാഴം അനുകൂലമായി വരുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ വ്യാഴം പൂർണ്ണമായും അനുകൂലമല്ല പലർക്കും. കാരണം വ്യാഴം നിൽക്കുന്നത് ബന്ധുവാണെങ്കിൽ പോലും ചൊവ്വ എന്ന പാപഗ്രഹത്തിൻ്റെ രാശിയിലാണ്, ശനിയുടെ വീക്ഷണത്തിലാണ്. ശനിക്ക് 3-ാം ഭാവത്തിൽ പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ വ്യാഴത്തെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെയ് 1-ാം തീയതി ഉച്ചയ്ക്ക് ശനിയുടെ ഇടവം രാശിയിലേക്കുള്ള മാറ്റം പലരും ശുഭപ്രതീക്ഷയോടുകൂടി കാണുന്നത്. കാരണം അവിടെ ശുഭരാശിയിലേക്കാണ് പോകുന്നത്. ശത്രുവാണ് ശുക്രൻ എങ്കിൽ പോലും ശുഭരാശിയിലേക്കാണ് പോകുന്നത്. ശനിയുടെ ദൃഷ്ടിയില്ല. അങ്ങനെ പല കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളായി വരികയും അവരുടെ സ്വാധീനം എങ്ങനെയാണോ ഓരോരുത്തർക്കും ബാധിക്കുന്നത്, അത് പൊതുവെ അവരുടെ ജീവിതത്തിൽ മോശപ്പെട്ട അവസ്ഥകളുണ്ടാക്കും. ഇനി നമുക്ക് ഫെബ്രുവരി 4-ാം തീയതി മുതൽ 10 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യാഴം ജന്മത്തിൽ തന്നെയാണ്. ശനി 11-ൽ നിൽക്കുന്നു. 12-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ കേതു. 6-ലെ കേതു അത്ര ദോഷമൊന്നും ചെയ്യില്ല. എന്നാൽ ഉദരസംബന്ധമായോ അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമോ ശത്രുതയോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലോ ചെറിയ ചില ആശങ്കകളോ ഭീഷണികളോ ഉണ്ടാകാം എന്നതാണ്. എന്നാൽ പൊതുവെ ഇവർക്ക് ഇപ്പോൾ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും അതുപോലെ തന്നെ ബുധനും ഒക്കെ ഗുണം ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തികമായ മേഖലയിൽ അനുഗ്രഹമുണ്ട് എന്ന് തന്നെ കരുതണം. വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർക്കിപ്പോൾ ധനം വരാനുള്ള യോഗമുണ്ട്. ഈ നക്ഷത്രക്കാർ, ഈ പുരുഷന്മാരാണ് ഈ നക്ഷത്രക്കാരെങ്കിൽ അവർക്ക് സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നുകിൽ ജീവിത പങ്കാളിക്ക്, അതായത് ഭാര്യയ്ക്ക് ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ഭാര്യാസംബന്ധമായ സ്വത്തോ മറ്റു തരത്തിലുള്ള സാമ്പത്തികമായ ഗുണങ്ങളോ ഇവർക്കിപ്പോൾ അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് അല്പം തടസ്സം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ശാരീരികമായ ചില അവശതകൾ കൊണ്ടുള്ള തടസ്സമാണ് അത് കാണുന്നത്. അത് പ്രധാനമായും കഫപ്രകൃതിയുള്ളവർക്ക്, സൈനസൈറ്റിസ് പോലെ നീർദോഷത്തിൻ്റെ അസുഖങ്ങൾ ഉള്ളവർക്ക് സ്വാഭാവികമായും അതല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഞായറും തിങ്കളും ഇവർക്ക് അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും പണം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മുതുകിന് ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ, പ്രത്യേകിച്ചും 8, 9, 10 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. തൊഴിൽ മേഖലയിൽ നേട്ടം, സാമ്പത്തികമായി ഗുണം, വിദേശത്തു നിന്ന് ധനസഹായം, വിദേശത്ത് പഠിക്കുന്ന മക്കളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കാൻ ഇടവരിക, അവർക്ക് നല്ല വിജയമുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് അവിടെ നല്ല ജോലി കിട്ടുക തുടങ്ങി ഗുണങ്ങൾ ഒട്ടേറെ കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ താരതമ്യേന മോശമാണ്. ആരോഗ്യ സംബന്ധമായിട്ടാണ് ദോഷം കാണുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10 ആണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനി 10-ാം ഭാവത്തിലുണ്ട്. കണ്ടകശനി ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കും. ഈ 10-ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും തൊഴിൽ മാത്രമല്ല, പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് നമ്മുടെ പാദങ്ങളും കൈകളുമൊക്കെ ആവശ്യമാണ്. ആ ചലനങ്ങൾ തൊട്ട് തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ രോഗമോ ദുരിതമോ മറ്റെന്തെങ്കിലും അപകടമോ വന്ന് കിടക്കപ്പായയിലാകാം. അങ്ങനെ നിത്യവൃത്തിക്ക് പോലും പറ്റാത്ത അവസ്ഥ വരാം. അതൊക്കെയാണ് ഈ 10-ലെ കണ്ടകൻ ചെയ്യുന്നത്. അല്ലാതെ ജോലിക്ക് പോകുമ്പോൾ തടസ്സം ഉണ്ടാകുക, ജോലി സ്ഥലത്ത് എന്തെങ്കിലും, അതുമാത്രമല്ല.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇടവക്കൂറിലെ പല നക്ഷത്രക്കാരും. കൃത്യമായി അവർക്ക് യോഗ്യമായ ജോലി കിട്ടാനുള്ള സാധ്യത കുറവ്, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ടെൻഷൻ, ആശങ്കകൾ, നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി, നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, ഇങ്ങനെ പലതും വരാം. എന്നാൽ ഈ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലെ 7 ദിവസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ഗ്രഹങ്ങൾ അനുഗ്രഹീതമായി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സ്വാഭാവികമായിട്ട് ഗുണമുണ്ട്. പ്രത്യേകിച്ചും നവംബർ തൊട്ട് രാഹു 11-ൽ വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ഇവർക്ക് പണം വരാനുള്ള സാധ്യത കാണുന്നു. അതിൽ നീതിയുണ്ടോ അനീതിയുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ചിന്തിച്ചിട്ട് കഥയില്ല. കാരണം പണം ഇവരിലേക്ക് വന്നു ചേരും. അത് ഒന്നുകിൽ ഇവരുടെ അതിബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും സ്വാധീനിച്ച് അവരുടെ ബുദ്ധിയാൽ ഇവർക്കതിൻ്റെ കമ്മീഷൻ ബേസിലോ എന്തെങ്കിലുമൊക്കെ ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ധനം വരാനുള്ള യോഗവും കാണുന്നു. ആഴ്ചയുടെ തുടക്കത്തിലെ 2 ദിവസം ഇവർക്ക് വളരെ ഗുണകരമാണ്. ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇവർക്ക് നല്ല സഹായം ചെയ്യുമെന്ന് കാണുന്നു. സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ഇവർക്ക് നല്ല ഒരു അവസ്ഥ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കാണുന്നു. തൊട്ടടുത്ത ദിവസങ്ങൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഈ ആഴ്ച ഇവർക്ക് നല്ലതാണ്. ആഴ്ചയുടെ മധ്യഭാഗത്തെ 2 ദിവസങ്ങൾ, അതായത് ചൊവ്വയും ബുധനുമാണ് ഇവർ അല്പം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ. ശാരീരികമായ അവശതയോ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ ഉണ്ടാവാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 10 ദിവസങ്ങൾ നല്ലതാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ ഏര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് കുറച്ച് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആഴ്ചയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി നേട്ടമുണ്ട്. തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ബൗദ്ധികമായി, അതായത് ബുദ്ധിപരമായി കുറച്ചുകൂടി പുരോഗതി ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കുന്ന ആഴ്ചയാണ് ഈ ആഴ്ചയും. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ ആശ്വാസത്തിന് വകയുണ്ട്. അതുപോലെ തൊഴിൽ മേഖലയിൽ ഇവരുടെ കാര്യപ്രാപ്തിയെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് പിതാവിനോ പിതൃസംബന്ധമായ ആൾക്കാർക്കോ അല്ലെങ്കിൽ പിതൃതുല്യരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ വ്യക്തികൾക്കോ ശാരീരികമായ അവശതയോ മറ്റെന്തെങ്കിലും വിഷമമോ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് മനസ്സ് വിഷമിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക്, ഈ നക്ഷത്രക്കാരുടെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമോ പ്രശ്നമോ വരാം. അതിൻ്റെ പേരിൽ മാനസിക വിഷമം ഉണ്ടാകാം. അത് ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളെ തടയാം, ചില യാത്രകളെ തടയാം. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മക്കളുടെയോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെയോ കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളിലൂടെ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. പൊതുവേ സാമ്പത്തികമായി നേട്ടവും പ്രവർത്തന വിജയവും ഉണ്ടെങ്കിലും ചെറിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പിതാവിന് അല്പം ശാരീരിക അവശത, ഇതൊക്കെയാണ് ഈ ആഴ്ച ഇവരെ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7 നല്ല ദിവസങ്ങളാണ്. ആഴ്ചയിൽ 4 ദിവസത്തോളം ഇവർക്ക് മേന്മയുണ്ട്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ ശനി എന്ന മഹാദോഷം ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അഷ്ടമത്തിലെ ശനി തടസ്സങ്ങൾ ഏതു വിധേനയും ഉണ്ടാക്കാം. അത് എവിടെ എങ്ങനെ വരുന്നു, ഒരാഴ്ചയിലെ ഫലത്തിൽ അതൊക്കെ വരുമോ എന്നുള്ള ചോദ്യമോ സംശയമൊന്നും വേണ്ട. കാരണം കർക്കിടകത്തിൻ്റെ 7ഉം 8ഉം തന്നെയാണ് ശനി വരുന്നത് പോലും. അപ്പോൾ ചന്ദ്രാൽ 7ഉം 8ഉം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ തന്നെ ശനിക്കൊരു മാരകത്വമുണ്ട്, ക്രൂരത കൂടുന്നുണ്ട്. ആ ശനിയാണ് 8ൽ പോയി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. അത് മരണമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്നുമല്ല. ശനി സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് മരണതുല്യമായ പ്രശ്നങ്ങൾ, ആവലാതികൾ, ആശങ്കകൾ, തടസ്സങ്ങൾ, നിസ്സഹായതകൾ ഇതൊക്കെ ഉണ്ടാകാം. അഷ്ടമത്തിൽ 9ലാണോ ഭാഗ്യസ്ഥാനത്താണെങ്കിലോ ഈശ്വരാധീനത്തിൻ്റെ സ്ഥാനത്താണെങ്കിലോ രാഹു നിൽക്കുന്നു. രാഹുവും ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ വളരെ ക്രൂരമായ തടസ്സങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ ആശങ്കകൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവർ ഏത് കാര്യങ്ങളിലാണോ വിഷമിക്കുന്നത് അതിനെന്തായാലും അന്തിമമായി ഈശ്വരാധീനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു വിധി ഇവരിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ഗുണമുണ്ടാകും. ഈ ആഴ്ചയിലെ ഫലം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പോൾ 6ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 6ലെ ശുക്രൻ്റെ സഞ്ചാരം അത്ര നല്ലതല്ല, അത് 7ലോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ആഴ്ചയിലായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി ഗുണം വരിക. ഈ ആഴ്ച അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളുണ്ടാകും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നട്ടെല്ല് സംബന്ധമായോ അരക്കെട്ട് സംബന്ധമായോ ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്ര തടസ്സപ്പെടാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ആഴ്ചയുടെ
അവസാനത്തെ 3-4 ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഗുണം കാണുന്നു. ഇവരുടെ തന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവരുടെ സഹധർമ്മിണിയുടെയോ ജീവിത പങ്കാളിയുടെയോ ഭാഗത്തു നിന്നൊക്കെ സാമ്പത്തിക സഹായം വരുന്നതായും കാണുന്നു. എന്തായാലും ഈ ആഴ്ചയിലെ കർക്കിടകക്കൂറുകാരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7, 8, 9 ദിവസങ്ങളാണ്. 4 ദിവസങ്ങളോളം താരതമ്യേന ഗുണമുള്ളതാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും മഹാമോശം സമയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 7-ൽ സഞ്ചരിക്കുന്നത് ശനി, കണ്ടകശനി, 8-ൽ സഞ്ചരിക്കുന്നത് രാഹു, 2-ൽ സഞ്ചരിക്കുന്നത് കേതു. അപ്പോൾ 2 തൊഴിൽ സ്ഥാനവും വരുമാന സ്ഥാനവും നമ്മുടെ നാവുമാണ്. അപ്പോൾ നമ്മുടെ വാക്ക് തന്നെ നമ്മളെ തെറ്റിച്ചേക്കും, നമ്മുടെ നാക്ക് തന്നെ നമുക്ക് പിഴയായി വരുമെന്നൊക്കെ സങ്കല്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ അഷ്ടമത്തിലെ രാഹു ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ കാര്യങ്ങൾക്കൊരു തടസ്സമുണ്ടാക്കുകയും ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമയമായ അവസ്ഥയുണ്ടാവുക, അലർജി അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വിഷാദരോഗം പോലെ മനസ്സിനെ ഒരു നെഗറ്റിവിറ്റി ബാധിക്കുക, അതുകൊണ്ട് പ്രവർത്തനങ്ങളോടൊന്നും തന്നെ ഒരു ഇഷ്ടമുണ്ടാകാതെ ഇരിക്കുക, ജോലിയിൽ വൈമുഖ്യം കാണിക്കുക തുടങ്ങിയ അവസ്ഥകൾ വരും. 7-ാം ഭാവത്തിലെ ശനി കുടുംബത്തിൽ നിന്ന് അകറ്റുകയോ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയോ അവരിൽ നിന്ന് അകന്നു താമസിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. സൗഹാർദ്ദങ്ങളിൽ ദോഷങ്ങളുണ്ടാവാം. കൂട്ടു ബിസിനസ്സാണെങ്കിൽ അതിലും പ്രശ്നങ്ങളുണ്ടാകാം. ഇവിടെ ഇവർക്ക് പലരും ചോദിച്ചതുപോലെ അല്പമെങ്കിലും അനുകൂലമായി സഞ്ചരിക്കുന്നത് 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനുമാണ്. പക്ഷേ ഒപ്പം ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അവിടെ ചൊവ്വ ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും പാപഗ്രഹം എപ്പോഴും 5-ാം ഭാവത്തിൽ വരുമ്പോൾ ഭാഗ്യത്തിന് ചെറിയ തടസ്സം വരും. ശുക്രൻ്റേതായ ഗുണം വലുതായിട്ട് കിട്ടാൻ സാധ്യതയുമില്ല. കാരണം 3-ാം ഭാവാധിപനായ ശുക്രനാണ് പോയി 5-ൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. ശുഭക്ഷേത്രത്തിലാണ്, ബുധൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊരു ഗുണമേ ഉള്ളൂ. പഠിച്ചതെന്തോ അതനുസരിച്ചുള്ള ജോലിയോ തങ്ങൾക്ക് കഴിവുള്ള മേഖലകളിൽ കുറച്ചൊന്ന് പ്രാഗൽഭ്യം തെളിയിക്കാനോ അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പഠന സംബന്ധമായി നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. എന്നാൽ സന്താനങ്ങൾക്ക് ശാരീരികമായ അവശതയോ മാനസിക വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യത്തിന് ഒരു 50% ഗുണമേ ഇവിടെയും സാധ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണ് ചിങ്ങക്കൂറുകാർ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10 നല്ല ദിവസങ്ങളാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് സകല കാര്യങ്ങൾക്കും ഒരു തടസ്സമായി നിൽക്കുന്നത്. ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെയും താരതമ്യേന ഗുണമായിട്ട് നിൽക്കുന്നു. എന്നാൽ 7-ൽ നിൽക്കുന്ന രാഹുവും ജന്മത്തിൽ നിൽക്കുന്ന കേതുവും ഇവർക്ക് ദോഷം തന്നെയാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ചും മനസ്സ് തയ്യാറായാലും ശരീരം തയ്യാറാകാത്തൊരവസ്ഥ ഈ കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട്. അല്ലെങ്കിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ചില ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും അതുപോലെ തന്നെ ചൊവ്വയുമൊക്കെ 4-ാം ഭാവത്തിലെ ശുക്രനും ബുധനും എന്തായാലും ഇവർക്ക് ഗുണത്തെ കൊടുക്കണം. 2-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ ശുക്രൻ പോയി 4-ൽ നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ സമാധാനം തന്നെ പുലരും. വീട്ടിൽ ദോഷങ്ങളൊന്നും വരില്ല. തങ്ങൾക്ക് കുറവുകളൊന്നും വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനും ഈ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ, കുട്ടിയുടെ പഠന സംബന്ധമായ കാര്യത്തിലൊക്കെ നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. എന്നാൽ 4-ൽ നിൽക്കുന്ന ചൊവ്വ മാതാവിന് ചെറിയ ദോഷമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ മാതൃ തുല്യരായ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവശത ഉണ്ടാകുമെന്നോ എന്ന് ചിന്തിക്കണം. വാഹനം ഓടിക്കുമ്പോഴും സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഈ ആഴ്ച ഇവർ ശ്രദ്ധിക്കേണ്ടത്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 10 3 ദിവസങ്ങൾ നല്ലതാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വ്യാഴം അനുകൂല സ്ഥാനത്ത് ആണ്. മറ്റു ഗ്രഹങ്ങളും വലിയ ദോഷങ്ങളില്ലാതെ നിൽക്കുന്നു. 12-ൽ നിൽക്കുന്ന കേതു മാത്രമാണ് ഒരു അധിക ചിലവിൻ്റെയോ അല്ലെങ്കിൽ അനാമത്ത് ചിലവിൻ്റെയോ അടയാളമായി നിൽക്കുന്നത്. ബാക്കി ഗ്രഹങ്ങൾ പൊതുവേ ഇവർക്ക് ഗുണകരമാണ്. 3-ാം ഭാവത്തിൽ പോയ ശുക്രനും ബുധനും വലിയ ഗുണം ചെയ്യില്ലെങ്കിലും ചൊവ്വ അവിടെ വളരെ ബലത്തോടു കൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രവർത്തനത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി ഇറങ്ങിച്ചെല്ലാൻ ഇവർക്ക് സാധിക്കുന്നു. അതുവരെ ഇല്ലാത്ത ഒരു മാനസിക തയ്യാറെടുപ്പ്, ഒരു ശക്തി, ഊർജം ഇതൊക്കെ തങ്ങളുടെ തൊഴിൽ മേഖലയിലും വ്യാപാര മേഖലയിലും ഇവർക്ക് ചെലുത്താൻ സാധിക്കുന്നതുകൊണ്ട് കർമ്മമേഖല വളരെ പരിപക്വമാകുകയും പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. സഹോദരങ്ങൾക്ക് സഹായിയായി മാറുന്നു. സഹോദരങ്ങളിൽ നിന്ന് ഇവർക്കും സഹായം കിട്ടുന്നു. എന്നാൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അവശതയോ ചെറിയ തോതിലുള്ള അപകട സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ അതുകൊണ്ട് വാഹനം സൂക്ഷിച്ച് ഓടിക്കുക, അധികം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. തൊണ്ട അതുപോലെ തന്നെ തോളല് ഈ ഭാഗത്തൊക്കെ ചെറിയ അപകട സാധ്യതകൾ
കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്കും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പൊതുവെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി ഇവർക്ക് സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നു. അതുകൊണ്ട് പൊതുവെ ഇവരുടെ ഈ ആഴ്ചത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ സാമ്പത്തിക വിജയവും പ്രവർത്തന വിജയവും നല്ല രീതിയിലുണ്ട്. അപകട സാധ്യതയോ രോഗാവശതയോ സഹോദരന്മാർക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ ഈ നക്ഷത്രക്കാർക്ക് തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വിരളമല്ല. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6, 7 തീയതികളാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. കണ്ടകശനിയുടെയും 6ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥകൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഇവരെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. എന്നാൽ 2ൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും ഇവർക്ക് എന്താൽ ഇപ്പോൾ ഗുണത്തെ കൊടുക്കും. 2ലെ ചൊവ്വ വാക്കിൽ അല്പം ശ്രദ്ധ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്പം അശ്രദ്ധ കൊണ്ട് പരുഷമായ വാക്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ശുക്രൻ്റെയും ബുധൻ്റെയും സ്വാധീനം ഇവർക്ക് തീർച്ചയായിട്ടും മയത്തിലും ബുദ്ധിപരമായും പ്രായോഗിക പക്വതയോടും കൂടി സംസാരിക്കാനുള്ള അവസരം നൽകുന്നു. ധനം നല്ല രീതിയിൽ ഇവരിലേക്ക് എത്തുന്നു. തങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ തങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടോ ഒക്കെ ഇവരിലേക്ക് ഇപ്പോൾ ധനം ഒഴുകിയെത്തുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, തങ്ങളുടെ ജോലിയിലെ മികവ്, ഇതെല്ലാം ധനമായി മാറുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഈ ആഴ്ചയിൽ ധനനേട്ടത്തിൻ്റെ ആഴ്ച എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കുന്ന വ്യക്തികൾക്കും ഗുണം കിട്ടുകയും അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പൊതുവെ തൊഴിൽ രംഗത്തും ഈ ആഴ്ച നല്ലതാണ്. വീട്ടിലും ഇവർക്ക് സന്തുഷ്ടിയും സമാധാനവും കാണുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവർക്ക് ഈ ഉദരത്തിൻ്റെ, അതായത് ഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ ഡയഫ്രം ഭാഗങ്ങൾ, ഹൃദയത്തിൻ്റെയും കുടലിൻ്റെയും ഭാഗം സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ, ഡയഫ്രം പോലുള്ള ഭാഗങ്ങളിൽ ചെറിയ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലമുണ്ടാകുന്ന പെയിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ പല്ല്, മൂക്ക്, മുഖം, പൊതുവെ കണ്ണ്, ഈ ഭാഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അപകട സാധ്യതകൾക്ക് അവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യുക. സാഹസിക കർമ്മങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കയറുന്നതിൽ നിന്നുമൊക്കെ ഈ ആഴ്ച പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 4, 5, 8, 9 നല്ല ദിവസങ്ങളാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. പൊതുവെ അനുകൂലമായ സ്ഥിതിയാണ് വ്യാഴവും ശനിയും നൽകുന്നതെങ്കിലും രാഹു 4ാം ഭാവത്തിലും 10ാം ഭാവത്തിൽ കേതുവും നിൽക്കുന്നതുകൊണ്ട് കർമ്മസ്ഥാനം അല്പം ദോഷമാണ്. ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് വെറും ആശങ്കകളാവാം. അല്ലെങ്കിൽ നമ്മൾ ഈ പാര എന്നിപ്പോൾ വിശേഷിപ്പിക്കുന്ന തരത്തിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമമോ ശാരീരിക വിഷമമോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അവർ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം. എന്നാലും ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും ഒക്കെ അവരുടെ സൗമനസ്യമൊന്നും ഇവരിലേക്ക് പകരില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ആരെയും ശത്രുവാക്കേണ്ട കാര്യമില്ല. എന്നാൽ എല്ലാവരോടും ഏറ്റവും ബുദ്ധിപരമായ ഒരു അകൽച്ച ഇടുന്നതാണ് നല്ലത്. അങ്ങേയറ്റം പ്രവൃത്തികളിൽ ജാഗ്രത കാണിക്കുക. തങ്ങളുടെ കർമ്മസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ പ്രശ്നമോ ഉണ്ടായാൽ അതിനെ ഇരട്ടിപ്പിച്ച് അപവാദമുണ്ടാക്കാൻ കഴിയുന്നവരാണ് ചുറ്റിലുമുള്ളവർ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത്. അതുപോലെ കുടുംബത്തിലും ശ്രദ്ധിക്കുക. മാതാവിന് ദോഷം കാണുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ സ്വന്തം കുടുംബത്തിലും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. തങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പടർത്താനുമൊക്കെ കഴിയുന്നവരാണ് ചുറ്റിലുമുള്ളവർ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വ്യക്തിത്വം വളരെ വികസിക്കുന്ന ഒരാഴ്ച കൂടിയാണിത്. ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് ആളിന് ഒരു പ്രത്യേക ഇംപ്രഷൻ തന്നെ ഉണ്ടാവാം. അതിൽ അസൂയ മൂത്തും മറ്റുള്ളവർ മറ്റു പല കാര്യങ്ങളുമൊക്കെ നെഗറ്റീവായി പറഞ്ഞെന്നിരിക്കാം. അതുകൊണ്ട് പൊതുവെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്വയം പീഡിപ്പിക്കുന്ന സ്വഭാവമുള്ളവർ ചിലപ്പോൾ ഈ ഒരാഴ്ച അവരുടെ ശരീരത്തെ നോവിപ്പിക്കുകയോ മറ്റെന്തെങ്കിലും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുക. മനസ്സിന് അങ്ങേയറ്റം പക്വതയോടുകൂടി ഓരോ കാര്യവും ചെയ്യാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 6, 7, 10 ആണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് എന്തായാലും ഗുണകരമാണ്. ഏഴരശനി പൂർണ്ണമായും മാറിയിട്ടില്ല. 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും അതുപോലെ 9ൽ സഞ്ചരിക്കുന്ന കേതു പിതാവിനത്ര നല്ലതല്ല. ഭാഗ്യത്തിന് തടസ്സമുണ്ടെങ്കിലും ഭാഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സത്തിൻ്റെയും കാര്യങ്ങളിലൊന്നും ഭയപ്പെട്ട് ആശങ്കപ്പെട്ട് മനസ്സ് പിന്നോട്ട് മാറുന്നൊരവസ്ഥ 3ലെ രാഹു ഒരിക്കലും അനുവദിക്കില്ല.
അതുകൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടു കൂടി, കൂടുതൽ ജാഗ്രതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇപ്പോൾ വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടമുണ്ട്. എന്നാൽ ശുക്രൻ 12-ൽ പോയി നിൽക്കുന്നത് കൊണ്ട്, ബുധനും 12-ൽ പോയി നിൽക്കുന്നത് കൊണ്ട്, ബുധൻ 12-ൽ മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്ന പ്രമാണമുള്ളത് കൊണ്ട് തങ്ങളുടെ കഴിവിൽ ഇവർക്ക് വളരെ വിജയം ഈ ആഴ്ചയുമുണ്ട്. എന്നാൽ ശുക്രൻ പോയി 12-ൽ നിൽക്കുന്നത് ഏത് കാര്യത്തിൽ, പ്രത്യേകിച്ചും കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെട്ടാൽ പോലും അവസാനം ഒറ്റപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. 12-ലെ ചൊവ്വയും ശാരീരികമായ അവശതയോ അപകട സാധ്യതയ്ക്കോ പണം മുടക്കേണ്ടി വരുമെന്നും കാണുന്നു. അതുകൊണ്ട് മനസ്സ് എപ്പോഴും ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രാർത്ഥനയോടുകൂടി ബലപ്പെടുത്തി വയ്ക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ചും മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. അതിനെ നേരിടാനുള്ള ശക്തി പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കുക. സാമ്പത്തികമായ നേട്ടം എന്തായാലും ഉണ്ട്. പ്രവർത്തന രംഗത്തും ദോഷമൊന്നും കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 8, 9 ആണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ കുറേ കാലമായി ഏറ്റവും മോശാവസ്ഥ പിന്തുടരുന്നുണ്ട്. എന്നാൽ 11-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ, അതുപോലെ തന്നെ ചൊവ്വ ഇതിവർക്ക് എന്തായാലും സാമ്പത്തികമായ നേട്ടത്തെ കൊടുക്കും. സൂര്യനും മാസത്തിൻ്റെ പകുതി വരെ ഏതാണ്ട് അവിടെയാണ്. എന്നാൽ ഈ പറഞ്ഞ തീയതികൾക്കുള്ളിൽ സൂര്യനും 11-ൽ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ നേട്ടം, മേലധികാരികളിൽ നിന്ന് പ്രത്യേക പ്രശംസ നേടിയെടുക്കുക, തങ്ങളുടെ കഴിവ് അങ്ങേയറ്റം നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നുമൊക്കെ പ്രശംസയും ആദരവും പിടിച്ചുപറ്റാനുള്ള ഒരു ആഴ്ച കൂടിയാണിത്. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും കർമ്മരംഗം വളരെ ശോഭനീയമാണ്. അതുപോലെ വീട്ടിലും ഇവർക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നല്ല രീതിയിൽ ചിലവഴിക്കാൻ സാധിക്കും. കടമൊന്നും വാങ്ങാതെ തന്നെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന പണം കൊണ്ട് തന്നെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താനും വീട് അറ്റകുറ്റപ്പണി മാറ്റാനും പുതിയ ഫർണിച്ചർ വാങ്ങാനും ഒക്കെ സാധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ടവർക്കും ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതിനുള്ള സാമ്പത്തിക ശേഷി എന്തായാലും ഈ ആഴ്ച അവർക്കുണ്ടാകും. കുട്ടികളുടെ കാര്യത്തിലും ഇവർക്ക് നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നു. സാമ്പത്തികമായ ഗുണം ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളിലും അവർക്ക് ആനന്ദത്തോടു കൂടി ഓരോ കാര്യവും ചെയ്യാൻ സാധിക്കുന്നു. പൊതുവേ ഗുണകരമാണ്. എന്നാൽ ഇവർക്ക് ശാരീരികമായ ഒരു അവശത, കണ്ണ്, മൂക്ക് ഈ ഭാഗത്തൊക്കെ ദോഷം വരാനൊരു സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസിനും എന്തെങ്കിലും ദോഷം വരാം. ഡയബറ്റിക് അസുഖമുള്ളവരും വളരെ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിൽ ഇവരുടെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 6, 7, 10 തീയതികൾ നല്ലതാണ്. ഏകദേശം 5 ദിവസങ്ങളോളം ഒരാഴ്ചയിൽ ഇവർക്ക് നല്ലതാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ നിൽക്കുന്ന രാഹു, 7-ൽ നിൽക്കുന്ന കേതു, ഇതെന്തായാലും കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധ വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവരെന്തെല്ലാം പറഞ്ഞാലും ഇവരെക്കുറിച്ച് മോശപ്പെട്ട വാർത്തകൾ പ്രചരിപ്പിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് തങ്ങളുടെ വ്യക്തിത്വത്തെ ചൊല്ലി അബദ്ധധാരണകൾ അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ പുറപ്പെടുവിക്കാനുള്ള സാധ്യത മറ്റു പലരിൽ നിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഛിദ്രമോ പ്രശ്നമോ ഉണ്ടാകാം. 2, 7ര ശനി തുടങ്ങിയിട്ട് 1 വർഷമായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊള്ളണം. സകല കാര്യങ്ങളിലും 7ര ശനിയുടെ ഒരു കറുത്ത സ്പർശം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ആഴ്ചയിലെ ചലനങ്ങൾ നോക്കുമ്പോൾ 10-ൽ അവർക്ക് ശുക്രൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു, ചൊവ്വ നിൽക്കുന്നു. അതുകൊണ്ട് കർമ്മരംഗം സജീവമാണ്. സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ 11ാം ഭാവാധിപനാണ് ഇപ്പോൾ 12-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അതനുസരിച്ച് ചിലവും ഇവർക്കുണ്ട്. എന്നാൽ സ്വാഭാവികമായും തങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വരുമാന സാധ്യത 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സമ്മാനിക്കും. അതുകൊണ്ട് ദോഷങ്ങൾ സാമ്പത്തിക മേഖലയിലോ പ്രവർത്തന മേഖലയിലോ കാണുന്നില്ല. പക്ഷേ ഈ മേഖലയിലൊക്കെ തന്നെ തങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ചില ഇല്ലാക്കഥകൾ പ്രചരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രാഹു ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇൻഫെക്ഷൻ ശരീരത്തിലുണ്ടാകാം, അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. കഫപ്രകൃതിയുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ലങ്സിനോ അല്ലെങ്കിൽ നെറ്റി ഭാഗത്ത് സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങേയറ്റം കരുതലോടുകൂടി ഈ വ്യക്തികളും ഇവരുടെ ജീവിത പങ്കാളിയും ജീവിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായി വളരെ സൂക്ഷിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 6, 7, 8, 9 ആണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷങ്ങൾക്ക് പരിഹാരമായി കറുത്ത വസ്ത്രം ശനിയാഴ്ച ധരിക്കുക. എള്ള് പൂജ നടത്തുക. അല്ലെങ്കിൽ രാത്രി നീരാഞ്ജനം സന്ധ്യയ്ക്ക് ശനിദേവനോ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ അമ്പലത്തിലോ അർപ്പിക്കുക. പിന്നീട് ചെയ്യേണ്ടത് കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കളെ ആക്രമിക്കാതിരിക്കുക. ഏറ്റവും കുറഞ്ഞ പക്ഷം അവർക്ക് ആഹാരമെങ്കിലും കൊടുക്കുക.
ഏറ്റവും എളിയവനോട് പോലും തുല്യ മനസ്സോടുകൂടി പങ്കിടാനുള്ള ഒരു സാന്നിധ്യം കാണിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക വ്യാഴദോഷത്തിന്. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യവും നെയ്ത്തിരി കത്തിക്കലും ഏറ്റവും ഉത്തമമായ പരിഹാരം. ഓം ശ്രീ മഹാഗണപതയെ നമഃ എന്ന് ജപിക്കുക കേതുവിൻ്റെ ദോഷത്തിന്. അതുപോലെ രാഹുദോഷത്തിന് ഓം നാഗായ നമഃ എന്ന് ജപിക്കുകയും അതുപോലെ തന്നെ 100 പാലും അർപ്പിക്കുകയും ചെയ്യുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുന്നതും തേങ്ങ മുട്ടുന്നതുമൊക്കെ വളരെ നല്ല പരിഹാരം തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.